everyone, welcome back to Shruti's Digital Diary. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഹൗസ് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ്. അതായത് നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരില്ലേ, പ്ലാൻ ചെയ്ത് വരുന്ന ഗസ്റ്റ്, അവർ വരുന്നതിന് മുന്നേ നമ്മളെ വീടൊക്കെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് ഈ വീഡിയോയിൽ കാണാം. ആദ്യം ജനാലകൾ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ ഒന്ന് തുടച്ചു മാറ്റുകയാണ്. അവർ മുന്നേ അറിയിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ഈ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 2 days മുന്നേ ആണ്. പിന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു അവരൊക്കെ വരുമ്പോൾ ലിവിങ് റൂമിലേക്കല്ലേ ആദ്യം വരും, അപ്പോൾ ഞാൻ വിചാരിച്ചു ലിവിങ് റൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ലിവിങ് റൂമിലെ ജനാലകൾ, സ്വിച്ച് ബോർഡ്, ഡോറൊക്കെ തുടച്ച് വൃത്തിയാക്കി. നെക്സ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ലിവിങ് റൂമിലുള്ള TV യൂണിറ്റ് ആണ്. അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് മാറ്റി അവിടെ ആ ഒരു സ്പേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ലിവിങ് റൂം അങ്ങനെ ക്ലീനായി. കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് മാറ്റി മാറ്റി വെച്ചാൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു മിസ്ലേനിയസ് ബാസ്ക്കറ്റ് വെക്കുന്നത് മാൻഡേറ്ററി ആണ് കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, അതായത് നമ്മൾ കൺമുന്നിൽ കാണുന്ന അവിടെ എവിടെയൊക്കെ വെച്ച സാധനങ്ങളൊക്കെ ഈ ബാസ്ക്കറ്റിൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെ വേർതിരിച്ച് വെക്കാം. അങ്ങനെ ഡ്രോയേഴ്സിലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ആ ബാസ്ക്കറ്റിൽ വെച്ചു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹൈഡ്രേറ്റ് അവർ സെൽഫ്. ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നല്ലപോലെ വെള്ളം കുടിച്ച് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വാക്യൂമിംഗ് പ്രോസസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാർപ്പറ്റ്, കർട്ടൻ, ബ്ലൈൻഡ്, സോഫ, ഡൈനിങ് ടേബിളിൻ്റെ ചെയർ ഒക്കെ വാക്യൂം ചെയ്തെടുത്തു. നെക്സ്റ്റ് വീട് മുഴുവനും അടിച്ചുവാരി തുടക്കണം. ഇറ്റ്സ് ആക്ച്വലി ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. എല്ലാം ഒന്ന് എടുത്ത് മാറ്റി മാറ്റി തുടക്കുക എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ ഡൈനിങ് ടേബിളിൻ്റെ സ്പേസിൽ എല്ലാം എടുത്ത് മാറ്റി തുടക്കൽ കുറച്ച് മടിയുള്ള കാര്യമാണ്, എന്നാലും ചെയ്യണമല്ലോ. വീട് മുഴുവൻ അടിച്ചു വാരുന്ന തുടക്കുമ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 5:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പണിയൊക്കെ ഇന്ന് ഇവിടെ നിർത്താം. എനിക്ക് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് പൂജ റൂമിൽ വിളക്കും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. പൂജ റൂം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഓൾസോ മേലെ ഐ കാർഡിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാ പണികളും ഒരു ദിവസം എടുത്ത് തീർക്കുക എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിന് പണി മുടക്കും. സോ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ നെക്സ്റ്റ് ഡേക്ക് മാറ്റിവെച്ചു. ഇന്നത്തെ ദിവസത്തെ പണി ഞാൻ തുടങ്ങുന്നത് കിച്ചണിൽ നിന്നാണ്. കിച്ചണിലെ ഫ്രിഡ്ജ് പിന്നെ ക്യാബിനറ്റ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ഫ്രിഡ്ജിന്റെ മുകളിലുള്ള കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി ഈ ഒരു മിസ്ലേനിയസ് ബാസ്ക്കറ്റിൽ കൊണ്ടുവരണം. ഫ്രിഡ്ജിന്റെ മുകളിൽ എങ്ങനെയാ സാധനങ്ങൾ വന്നു ചേരുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ ഫ്രിഡ്ജിന്റെ ടോപ്പ് പോർഷൻ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ഞാൻ ഫ്രിഡ്ജ് അധികം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇന്ന് അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിലില്ല, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് 2 ഗ്ലാസിൻ്റെ ഷെൽഫുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണം. ഒരുപാട് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ലെഫ്റ്റ് സൈഡ് മേലെയുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഇപ്പോൾ ക്ലീൻ ആയി. നെക്സ്റ്റ് റൈറ്റ് സൈഡ് മേലെയുള്ള ക്യാബിനറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യണം. താഴെയുള്ളതൊക്കെ ഞാൻ ഒരു 2 weeks ഒക്കെ കൂടുമ്പോൾ ഒരു ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല.
റൈറ്റ് സൈഡ് ക്യാബിനറ്റിൽ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് കോർണറാക്കി മാറ്റി. പിന്നെ കിച്ചൻ്റെ കോർണർ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പിന്നെ അടുത്ത ജോലി, ഞാൻ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് മുഷിഞ്ഞ തുണി അവിടെ ഇവിടെ ഇടുന്നത് ശരിയല്ലല്ലോ, അപ്പം ഞാൻ ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ജോലി ബാത്റൂം ക്ലീനിങ് ആണ്. ഞാൻ ആദ്യം വാഷ് ബേസിൻ ഹാർപിക്കില്ലേ, സെറാമിക് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഹാർപിക് ബ്ലൂ കളർ നല്ലതാണ് കേട്ടോ. സോ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ബാത്റൂമിലെ എല്ലാ പൈപ്പിനും നമ്മുടെ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കും. അപ്പോൾ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടും പൈപ്പിനൊക്കെ. നെക്സ്റ്റ് മിറർ നോർമൽ വാട്ടറും ടിഷ്യൂ പേപ്പറും കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്തത് സോപ്പിന്റെ ബോക്സും പിന്നെ ഹാൻഡ് വാഷിന്റെ ഡിസ്പെൻസറും ക്ലീൻ ചെയ്യാം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പുതിയൊരു സോപ്പ് വെച്ച് കൊടുക്കാം. ആൻഡ് ഓൾസോ ഡിസ്പെൻസറിൽ കുറച്ചും കൂടിയും ഹാൻഡൊക്കെ വാഷ് ചെയ്യാൻ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. മിററിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാനൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും പിന്നെ നമ്മൾ ബാത്റൂമിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബാത്റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യണം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. ടോയ്ലറ്റ് ക്ലീനിങ് ഇസ് ദ മോസ്റ്റ് അഡൽട്ടിങ് ജോബ് എവർ. എനിക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ വല്ലാത്തൊരു മടിയുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഞാൻ തനിയെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെ ഈ ജോലികളൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്വന്തം വീട്ടിലെ പണിയെടുക്കാൻ നമുക്ക് ഒരു കുറച്ചിലും അഭിമാനക്കുറവും ഒന്നും തോന്നേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ഒഡോണിൽ അവിടെ ഹാങ് ചെയ്ത് കൊടുത്തു. ആക്ച്വലി ഈ ഒഡോണിൽ വേസ്റ്റ് ആണ് കേട്ടോ, പിന്നെ വാങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ അവിടെ ഹാങ് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. പിന്നെ ഒരു റൂം ഫ്രഷ്നറും കൂടി അടിച്ചു കൊടുത്തു. അങ്ങനെ വീട്ടിലെ സെക്കൻഡ് ബാത്റൂമും കൂടി ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. സെയിം പ്രൊസീജിയർ. അപ്പോൾ വീട്ടിലെ ബാത്റൂമൊക്കെ ക്ലീൻ ആൻഡ് ഷൈനി ആയി. 2 ബാത്റൂമിൽ ബേസിക് ആയിട്ട് ടിഷ്യൂ പേപ്പർ പിന്നെ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ 2 ബാത്റൂമിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. വീടിപ്പം ഗസ്റ്റ് റെഡിയാണ്. ജസ്റ്റ് എല്ലാ റൂമിലെയും മാറ്റ്സ് ഒക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. മെയിനായിട്ടുള്ള ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് കുഞ്ഞു പണിയാണ്. അതിലൊന്നാണ് ഈ ബെഡ് സ്പ്രെഡ് മാറ്റൽ. സോ ഞാൻ ആ പുതിയൊരു ബെഡ് സ്പ്രെഡ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ആൻഡ് ന്യൂ ബ്ലാങ്കറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളും കോഫി ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ കാലിയായിരിക്കുന്ന ജഗ്ഗിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് വെക്കാം. വീടിൻ്റെ അകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ പണിയും ഇപ്പം തീർന്നിരിക്കുകയാണ്. അപ്പോൾ വീട് നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കുറച്ച് ഫ്രാഗ്രൻസ് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് റൂം ഫ്രഷ്നർ അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇതൊരു ടിപ്പാണ്. നിങ്ങളെ വീട്ടിലെ ഫാബ്രിക് ക്ലോത്ത്, അതായത് നിങ്ങളെ കേർട്ടനും സോഫ കവറൊക്കെ ഫാബ്രിക് ആണെങ്കിൽ അതിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടി. എൻ്റെ കയ്യിൽ കുഞ്ഞൊരു അത്തറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അന്ന് രാത്രിയാണ് ഞാൻ പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്തത്. നമുക്ക് നേരെ എൻട്രി വേയിൽ നല്ലൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് നൈറ്റ് ടൈം മാത്രമാണ്. ബിക്കോസ് പുറത്തൊക്കെ ഷോപ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് നൈറ്റ് ഓൾമോസ്റ്റ് ഒരു 9 o'clock കഴിഞ്ഞതിന് ശേഷം പുറം ഭാഗം ക്ലീൻ ചെയ്തു. പുറത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ചെടികളൊക്കെ എടുത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഹോം ക്ലീനിങ് വീഡിയോ ഇതൊക്കെയാണ്. നാളെയാണ് ഞങ്ങളെ ഗസ്റ്റ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി. ചെറിയൊരു ബിഹൈൻഡ് ദ സീനും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സീ ഫുഡ് ലവർ ആയതുകൊണ്ട് അവർ എനിക്ക് ക്രാബും മസിൽസാണ് കൊണ്ടുവന്നത്.